നമസ്കാരം, വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. ഇൻഫ്ലുവൻസർമാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി. അനധികൃത പരസ്യങ്ങൾക്ക് വിലക്ക്, വൻ തുക പിഴ. ലൈസൻസ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെതിരെ പരസ്യം ചെയ്യുന്ന കമ്പനികൾക്കും എതിരെ ശക്തമായ നടപടി അബുദാബി സാമ്പത്തിക വികസന വിഭാഗം. നിയമം ലംഘിക്കുന്നവർക്ക് 3000 ദിർഹം മുതൽ 10000 ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ആവർത്തിച്ചാൽ സ്ഥാപനം പൂട്ടുമെന്നും വ്യക്തമാക്കി. UAE വിസിറ്റ് വിസ മാർഗനിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ എയർലൈൻസ്. യാത്ര നിഷേധിക്കപ്പെട്ടാൽ നഷ്ടം ട്രാവൽ ഏജൻസിക്കും എയർലൈൻസിനുമായിരിക്കും. നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല, വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കും, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് കേന്ദ്ര സർക്കാർ. UAEയിൽ പൊടിക്കാറ്റിന് സാധ്യത, താപനില 49 ഡിഗ്രി സെൽഷ്യസിലെത്തും. മകളുടെ വിവാഹത്തിന് നാട്ടിൽ പോകാനിരിക്കെ മരണം. നൊമ്പരമായി UAE മരിച്ച പ്രവാസി മലയാളി. പാലക്കാട്ട് കാപ്പൂർ സ്വദേശിയായ അബ്ദുൾ റഷീദ് ആണ് അലൈനിൽ മരിച്ചത്. മാംഗോ ഡെസേർട്ട് ക്യൂൺ കോമ്പറ്റീഷൻ നാളെയാണ് മിയാമോൾ നെസ്റ്റോവിൽ. യൂറോ കപ്പ് സെർബിയ ലൊവേനിയ മത്സരം സമനിലയിൽ. സെൽഫ് ഗോളിൽ ഇറ്റലി വീണു സ്പെയിൻ ക്വാർട്ടറിൽ. കലാമണ്ഡലം ഷീബ രാജേഷിന്റെ നേതൃത്വത്തിൽ കലാസന്ധ്യ 2024 ഞായറാഴ്ച അജ്മാൻ കൾച്ചറൽ സെന്ററിൽ അരങ്ങേറുന്നു. നമസ്കാരം, എന്നോടൊപ്പം ഉള്ളത് കലാമണ്ഡലം ഷീബ രാജേഷാണ്. നമസ്കാരം. ഞാൻ ഇവിടെ വന്നേക്കുന്നത് കലാസന്ധ്യ എന്നൊരു പ്രോഗ്രാം ഷീബ രാജേഷിൻ്റെ കുട്ടികളുടേത് അരങ്ങേറാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും കലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഷീബ തന്നെ പറഞ്ഞല്ലോ, എന്താണ് നമ്മുടെ ഇനി നടക്കാൻ പോകുന്നത്? ഇത് കലാസന്ധ്യയുടെ 10ാമത്തെ വാർഷികമാണ്. ഞങ്ങൾ 9 വർഷമായി കലാസന്ധ്യയുടെ പേരിൽ ഞങ്ങൾ പ്രോഗ്രാം നടത്തി വരുന്നു. കുട്ടികളുടെ അരങ്ങേറ്റം, അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസിക്കൽ പ്രോഗ്രാംസ് എല്ലാം ക്ലാസിക്കൽ ഈവൻ്റ് തന്നെയായിട്ടാണ് നടത്തുന്നത്. അത് നമ്മൾ ലൈവ് ഓർക്കസ്ട്രയിലാണ് നടത്തുന്നത്. നാട്ടിൽ നിന്ന് ആൾക്കാരിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പക്കമേളം എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാത്തതായിട്ടുള്ള ഒരു വേദി നമ്മളിവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. UAEയിൽ പല കുട്ടികൾക്കും നമ്മൾ CD ഇട്ടിട്ടും അങ്ങനെയൊക്കെയാണ് അവർക്ക് പ്രാക്ടീസ് കിട്ടുന്നതും. അവർക്ക് ലൈവ് ഓർക്കസ്ട്രയിൽ വളരെ ചുരുക്കമാണ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അവർക്ക് എങ്ങനെയാണ് ആ കലയെ കൂടുതലായിട്ട് പക്കമേളം ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ കലാസന്ധ്യയിൽ കാണുന്നത്. അതിൻ്റെ 10ാമത്തെ വാർഷികമാണ് ഈ വരുന്ന ജൂൺ 23 അജ്മാൻ കൾച്ചറൽ സെൻറ്ററിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പക്കമേളക്കാർ ആരൊക്കെയാണ് ഇതിനായിട്ട് എത്തിയിരിക്കുന്നത്? ഇത് നമുക്ക് എത്തിയിരിക്കുന്നത് വളരെ പ്രഗത്ഭരായ, നാട്ടിലത്തെ വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. വോക്കൽ കലാമണ്ഡലം കാർത്തികേയൻ, അതുപോലെ മൃദംഗം കലാമണ്ഡലം കിരൺ, വയലിൻ നമുക്ക് വന്നിരിക്കുന്നത് സംഗീത് തൃശ്ശൂർ ആണ്. പിന്നെ പ്രിയേഷാണ് ഫ്ലൂട്ടിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രിയേഷ് UAEയിൽ തന്നെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.